ഹലോ, ഡോക്ടർ തസ്നീം ഹിയർ. ഞാൻ കഴിഞ്ഞ ആഴ്ച ധർമ്മലിംഗമല ശിവക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ഈ ധർമ്മലിംഗമല എന്ന് പറയുന്നത് നമ്മുടെ മരപ്പാലം എന്ന് പറയുന്ന സ്ഥലത്താണ്, പ്രോപ്പർ മധുക്കരയെ അടുത്ത്. അപ്പോൾ മരപ്പാലം ഈ മധുക്കരയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോയമ്പത്തൂരിൽ നിന്ന് നമ്മൾ പാലക്കാട് പോകുന്ന വഴിക്കാണ്. ഉക്കടം കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ നമുക്ക് അവിടെ പോകാനായിട്ട് ഗാന്ധിപുരത്തുനിന്ന് ബസ്സുണ്ട്. ബസ്സിൽ നമുക്ക് പോകാം. ദെൻ നമ്മൾ താഴെ ഇറങ്ങിയിട്ട് കുറച്ച് മുകളിലോട്ട് നടന്നു പോകണം. നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ നമുക്ക് ചെരുപ്പ് നമ്മൾ പുറത്തിട്ടതിന് ശേഷം നമുക്ക് അകത്തോട്ട് കയറാം. അർച്ചന കഴിപ്പിക്കണമെങ്കിൽ വെറും 5 രൂപയേ ഉള്ളൂ. 800 പടികളാണുള്ളത്. 800 പടികളുടെ മുകളിലായിട്ടാണ് ഈ അമ്പലം. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വിശ്രമിക്കാനായിട്ട് സാധിക്കും. ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. വെള്ളം കുടിക്കണമെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസും അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദെൻ പിന്നെ പറയാനായിട്ട് നമ്മുടെ ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചപാണ്ഡവർ വനവാസ കാലത്ത് അവിടെ വന്നിട്ട് ശിവനെ പൂജിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പണിത അമ്പലമാണ് എന്നാണ് ഐതിഹ്യം. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് ആ മുകളിലോട്ട് നമ്മൾ പോകുന്തോറും അവിടെ ഉള്ള ആ ഒരു വ്യൂ പോയിൻ്റാണ്. താഴെയുള്ള വ്യൂ പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കാണാൻ, അതിമനോഹരമാണ്. മുകളിലോട്ട് പോകുന്തോറും ആ ഭംഗി കൂടി വരും. പിന്നെ നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്ക് പാണ്ഡവർ പൂജ നടത്തുന്നതായിട്ടുള്ള ചെറിയ പ്രതിമയൊക്കെ ഉണ്ട്, അതൊക്കെ കാണാനായിട്ട് സാധിക്കും. ആ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ അതാണ് പറയുന്നത്, കാറ്റ് കാരണം അത് വ്യക്തമാവുന്നില്ല എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ വീഡിയോ കാണും. അവസരം കിട്ടിയാൽ അവിടെ ഒന്ന് പോകൂ, വളരെ നല്ലതാണ്. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു. ഞാൻ വന്ന് 800 പടി കയറി മുകളിൽ പോയി തിരിച്ചിറങ്ങുവാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സംഭവം ഉണ്ടെങ്കിൽ കാണിച്ചു തരാവേ. ശരിക്കും ഈ അമ്പലത്തിൻ്റെ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ട്